കണ്ടില്ലേ, ആ ഒരു ദമ്പുള്ള കുടുകുടുകുടുകുടാനുള്ള സൗണ്ട് തന്നെയാണ്. വെൽക്കം ബാക്ക് ടു ട്രാക്ഷൻ 4. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഭയങ്കര സ്പെഷ്യലാണ്. ബിക്കോസ് നമ്മുടെ കയ്യിലിരിക്കുന്നത് ഏറ്റവും പുതിയ ട്രയംഫിൻ്റെ 350 സീരീസിലെ ബൈക്കാണ്. അതായത് ട്രയംഫിൻ്റെ ന്യൂലി ലോഞ്ച് ആയിട്ടുള്ള അവരുടെ 350 സീരീസ് ബൈക്കുകളാണ്. അതിൽ തന്നെ സ്പീഡ് 400 ആണ് നമുക്കിന്ന് ഓടിക്കാൻ കിട്ടിയിട്ടുള്ളത്. നമുക്കിപ്പോൾ വണ്ടി കയ്യിലോട്ട് കിട്ടിയിട്ടുള്ളൂ ടെസ്റ്റിനായിട്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് ഓടിക്കാനുണ്ട്. സോ ഞാൻ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ആയിട്ടുള്ളവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് വീഡിയോ പെട്ടെന്ന് എടുക്കാം. കാരണം ഇതിൻ്റെ റൈഡ് വീഡിയോ എനിക്ക് ഇപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, കുറച്ച് എംബാർഗും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ്. ഞാൻ ഓടിച്ചില്ല, അത് തന്നെ വേറെ കാര്യം. ഞാൻ അവിടെ നിന്ന് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ പൊതുവെയുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയുള്ള ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ ആയിട്ട് കണ്ടാൽ മതി. സോ ബൈക്കിനെ പറ്റി കുറേ ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. ശരിയാണ്, ഇതേ കാണുന്നത് കണ്ടില്ലേ, ഇവിടെ സ്പീഡ് 350 എന്നല്ല എഴുതിയിട്ടുള്ളത്, സ്പീഡ് 400 എന്ന് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. പക്ഷേ ഇതിലിരിക്കുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാണുന്നത് ഒരു 350 cc എഞ്ചിനാണ്. കണ്ടാൽ പറയില്ല, ബിക്കോസ് കാര്യമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ചേഞ്ചുകളോ പവർ ഡ്രോപ്പുകളോ അങ്ങനെ ഒന്നും ഈ വണ്ടിയിൽ വന്നിട്ടില്ല. അതേ എഞ്ചിൻ സെയിം ആ ഒരു ട്രയംഫിൻ്റെ ആ ഒരു ഫിങ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. സെയിം എഞ്ചിൻ തന്നെയാണ്. ഇതിൽ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു 2 to 3 bhp കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് അവർ കുറേ കാര്യങ്ങളിലൊക്കെ നേരെയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ സംസാരിച്ചത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് കുറേ ഇൻഫർമേഷൻ അവരുടെ സൈഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതായത് സംഭവം എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതിനുശേഷം റൈഡ് റിവ്യൂവിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താ സംഭവിച്ചിട്ടുള്ളതെന്ന് പറയാം. വണ്ടികൾ വരും, നിങ്ങളത് കാര്യമാക്കരുത്. കാരണം ഞാൻ നിൽക്കുന്നതും ഒരു റോങ് സൈഡിലാണ്. ഞാൻ കുറച്ച് മുന്നോട്ടാണ് കയറ്റിയിട്ടത്, സോറി. ഓക്കെ, എന്തായാലും നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ തുടങ്ങാം. നമ്മുടെ വണ്ടിയിൽ ഒരു 50 cc കുറഞ്ഞിട്ടുണ്ട്. അതായത് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ബോർ അതുപോലെ നിർത്തിയിട്ട് സ്ട്രോക്കിലാണ് ചേഞ്ച് വരുത്തിയിട്ടുള്ളത്. അത് സ്ട്രോക്ക് കുറയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് കുറച്ചുകൂടി ഷോർട്ട് സ്ട്രോക്ക് എഞ്ചിനായിട്ട് മാറി എന്ന് പറയാം. പക്ഷേ ഞാൻ അതിൽ കുറച്ച് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ ലോ എൻഡ് കുറയോ ലോ എൻഡ് പോവോ, കാരണം ഓൾറെഡി ഒരു 3 bhp കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഡ്രോപ്പ് ലോ എൻഡിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളതൊക്കെ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞത്, ഞാൻ മെയിനായിട്ട് ചോദിച്ചത് ഈ പറയുന്ന പോലെ നമുക്ക് ഈ പറയുന്ന സ്ട്രോക്ക് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ലോ എൻഡിൽ ചെറിയ മാറ്റം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, വണ്ടിയുടെ ഒരു സുഖം പോവോ എന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഇഷ്യൂ ലോ എൻഡ് ട്യൂണിങ്ങും അവർ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ മനസ്സിലാവാനായിട്ട് പറ്റിയത്. അപ്പോൾ അതാണ് പ്രത്യക്ഷത്തിൽ ഈ വണ്ടിയിൽ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്. ബാക്കി ബൈക്ക് കംപ്ലീറ്റ്ലി സെയിം ആണ്. അതായത് ബൈക്കിൽ യാതൊരു തരത്തിലുള്ള സംഭവങ്ങളും ഇല്ല. അതായത് ഈ പറയുന്ന ഫോർക്ക് ആയിരുന്നാലും ബാക്കി എല്ലാ കാര്യങ്ങളും, ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആയിരുന്നാലും സീറ്റ് ഹൈറ്റ് ആയിരുന്നാലും ഇതിൻ്റെ റൈഡിംഗ് ഡൈനാമിക്സ് ആയിരുന്നാലും ഇതിൻ്റെ ക്വാളിറ്റി ആയിരുന്നാലും, അതാണ് ട്രയംഫ് എടുത്ത് പറഞ്ഞത്. ഇതിൻ്റെ ക്വാളിറ്റിയിലോ ഇതിൻ്റെ ടെക്നോളജിയിലോ ഒന്നും യാതൊരു തരത്തിലുള്ള കോംപ്രമൈസും ട്രയംഫ് കൊണ്ടുവന്നിട്ടില്ല. പുഷ്പവൃഷ്ടി ദൈവമേ. ഓക്കെ, അപ്പോൾ അത് ക്ലസ്റ്ററൊക്കെ കണ്ടില്ലേ, സെയിം നമ്മുടെ 400 കാണുന്ന ക്ലസ്റ്റർ തന്നെയാണ്. അവർ പേര് പോലും മാറ്റിയിട്ടില്ല, അത് തന്നെയാണ്, അങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. ഇത് എന്തുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇപ്പോൾ 350 cc ബൈക്കുകളുടെ എന്താ പറയുക, ഒരു ഈ പറയുന്ന GST ഇൻക്രീസ് കാരണമാണ് അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. ഞാൻ ഇത്രയും പറഞ്ഞത് സത്യം പറഞ്ഞാൽ തിയറിയാണ്. കാരണം ഞാൻ ഈ വണ്ടി അവിടെ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവച്ചതേ ഉള്ളൂ. അപ്പോൾ ഇനി ലോ എൻഡൊക്കെ ചെക്ക് ചെയ്യണം, ഈ പറഞ്ഞതൊക്കെ കറക്റ്റാണോ, അല്ലെങ്കിൽ ആ ഒരു പഞ്ചും കാര്യങ്ങളൊക്കെ പഴയതുപോലെ തന്നെ ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹൈവേയിൽ ഇറങ്ങി ഓടിച്ചാലേ പറ്റുള്ളൂ. ചെന്നൈ ട്രാഫിക് എന്താവും അറിയില്ല. എന്തായാലും നമ്മുടെ 400 എന്ന് പറയുന്നത് റെഡി ഫോർ സ്ട്രീറ്റ് ആണ്. നമുക്ക് ചെറിയ ട്രാഫിക്കിലൂടെ ആയിരുന്നാലും എവിടെ കൂടെ ആയിരുന്നാലും എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു എന്താ പറയുക, അത്രയും ഫ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ബൈക്കാണ്. സോ ട്രാഫിക്ക് കുഴപ്പമില്ല, അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് പൊതുവേ നമ്മുടെ പോകുന്നു സ്ക്രാംബ്ലർ. അതും നമ്മുടെ 350 സീരീസിലോട്ട് മാറിയിട്ടുണ്ട്. ഒട്ടുമിക്ക ബൈക്കുകളും ഒട്ടുമിക്ക അല്ല, ഒരുവിധപ്പെട്ട എല്ലാം മാറിയിട്ടുണ്ട്. നമ്മുടെ ബാക്കിയുള്ള ബൈക്കുകളും മാറാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ ട്രയംഫിൻ്റെ ഒരു ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട്. ഞാൻ എടുക്കുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിലെ തോട്ട്സും എല്ലാം കൂടി പറഞ്ഞുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻസും എല്ലാം കൂടി വെച്ചുകൊണ്ടുള്ള ഒരു തോട്ടാണ്. 37 ഹോഴ്സസ് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. ഒരു 3 bhp ഒരു 2 to 3 bhp കുറവാണ് വന്നിട്ടുള്ളത്. പക്ഷേ അത് ട്രയംഫ് ഇതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നത്, ഞാൻ ഈ ബൈക്ക് ഓടിച്ച അന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്, എനിക്കിതിൻ്റെ പഞ്ച് അതിനെക്കാട്ടിയൊക്കെ ഇതിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റിയാണ് എനിക്ക് അന്ന് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. ആ ഒരു ഫ്ലെക്സിബിലിറ്റിയൊക്കെ ഇപ്പോഴും ട്രയംഫ് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ, നമുക്ക് ഈ ബൈക്കിലും കിട്ടുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്കിനി വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ പറയാം. എക്സോസ്റ്റ് നോട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം. എക്സോസ്റ്റ് നോട്ടിൽ ചേഞ്ച് ഇല്ല കേട്ടോ, ഞാൻ നോക്കിയായിരുന്നു, കാര്യമായിട്ടുള്ള ചേഞ്ചൊന്നും എക്സോസ്റ്റ് നോട്ടിൽ വന്നിട്ടില്ല. കാരണം അത്രയും തന്നെ റൂട്ട് ചെയ്ത മാറ്റങ്ങളൊന്നും ആ ഒരു സൈഡിലോട്ടില്ല. കണ്ടില്ലേ, ആ ഒരു ദമ്പുള്ള കുടുകുടുകുടുകുടാനുള്ള സൗണ്ട് തന്നെയാണ്. വലിയ മാറ്റങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. സെയിം ആണ്, നല്ല പൊട്ടി നിൽക്കുക കേട്ടോ വണ്ടി, അതിലൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഞാനിതിൻ്റെ ഒരു ഫുൾ വീഡിയോ തരാം. നമുക്ക് കംപ്ലീറ്റ് ഇതിനെപ്പറ്റി സംസാരിക്കാം, റോഡിൽ ഇറക്കി തന്നെ സംസാരിക്കാം. അപ്പോൾ എന്തായാലും ഇതാണ് ട്രയംഫിൻ്റെ ഏറ്റവും പുതിയ 350 cc ലോഞ്ച്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എപ്പോഴും പറയുന്ന പോലെ അടുത്തൊരു ബൈക്കുമായിട്ട് അല്ലെങ്കിൽ അടുത്തൊരു ബൈക്കിൻ്റെ കാര്യങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ സൈനിങ് ഓഫ് ഫ്രം ദിസ് ചാനൽ ട്രാക്ഷൻ 4. ബൈ.